കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ നോക്കിയത് GP ഗോപികയുടെ പിറന്നാൾ എങ്ങനെ ആഘോഷിക്കും എന്ന് തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ GPക്ക് വളരെയധികം സന്തോഷമായിരുന്നു ഗോപികയുടെ പിറന്നാൾ എത്തുമ്പോൾ. കാരണം ഇത്തവണ ഗോപികയ്ക്ക് പ്രീതിയുള്ള അല്ലെങ്കിൽ പ്രിയപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു. ഗോപികയ്ക്ക് ഏറ്റവും ആവശ്യം ഗോപികയുടെ സഹോദരി മിട്ടു ഉണ്ടാവണം എന്ന് തന്നെയാണ്. ഇത്തവണത്തെ പിറന്നാളിന് മിട്ടു കൂടെയുണ്ട് എന്നത് തന്നെയാണ് സന്തോഷം. ഗോപികയുടെ സഹോദരി കീർത്തന കൂടി ഉള്ളപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി വേഗം മാറുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുത്ത താരം എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് താരത്തിനോട് സംസാരിക്കാനും പറയാനുമെല്ലാം. അതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും. ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്ന ഗോപികയുടെ പിറന്നാൾ അവർ ഉത്സവപ്പറമ്പിലാണ് ആഘോഷിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഉത്സവപ്പറമ്പിന്റെ നടുക്കു ചെന്ന് ഗോപികയെ പിറന്നാൾ ആശംസകൾ അറിയിക്കുകയായിരുന്നു എല്ലാവരും ചെയ്തത്. ഷഫ്ന ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഷഫ്ന സജിന്റെ ഭാര്യയാണ്. അതിലൂടെ തന്നെയാണ് ഗോപികയുടെയും സുഹൃത്തുക്കളായത്. ഇരുവരും നല്ല അടിപൊളി സുഹൃത്തുക്കളാണ്. തൻ്റെ ഭർത്താവിൻ്റെ ഓൺ സ്ക്രീൻ പെയറുമായി ഞാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഷഫ്ന എത്തിയിട്ടുണ്ട്. എപ്പോഴും ഗോപികയുമായി നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി തന്നെയാണ് ഷഫ്ന. ഇപ്പോൾ ഷഫ്ന ഉൾപ്പെടെ പലരും ആ ഒരു സെലിബ്രേഷനിൽ പങ്കെടുത്തു. ഉത്സവപ്പറമ്പിൽ നടുക്ക് നിൽക്കവേ പലയിടത്തും തന്നെ അലഞ്ഞു തിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരും അത് വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. ഓരോ തവണയും ആരാധകർ വളരെയധികം സ്നേഹത്തോടെ അത് ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം വൈറലാകുമ്പോൾ ഇപ്പോൾ GPക്കും അതുപോലെ ഗോപികയ്ക്കും ഒരുപോലെ ആരാധകരുണ്ട് എന്ന് മനസ്സിലാക്കണം. സാന്ത്വനം എന്ന സീരിയലിലൂടെ അഞ്ജലി ആയിട്ടാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ഏറ്റെടുത്തത്. ഭൂരിഭാഗം പ്രേക്ഷകർക്കും അത് മനസ്സിലായിട്ടുമുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. ആരാധകരുടെ പ്രീതിക്ക് വേണ്ടി മാത്രമല്ല, മലയാളി പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിൻ്റെ വാർത്തകളെല്ലാം കൂടി ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളോടൊപ്പം തന്നെ വളരെ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ ചെയ്യുന്നതും പറ്റുന്നുണ്ട്. ഗോപികയുടെ പിറന്നാൾ നമ്മൾ പ്രേക്ഷകർക്കും വളരെയധികം തന്നെ ആവേശമായ ഒന്ന് തന്നെയായിരുന്നു. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റിയ ഒരു താരം എന്ന നിലയിൽ തന്നെ ഗോപികയുടെ പിറന്നാൾ ആഘോഷം കാണാൻ ഞങ്ങളെല്ലാവരും ആവേശഭരിതരായി കാത്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുന്നതിനോടൊപ്പം പ്രേക്ഷകരുടെ പ്രീതി കൂടി പിടിച്ചു പറ്റുകയാണ് എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ നിരവധി പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിലൂടെ തന്നെയാണ് എല്ലാവരും ഈ വാർത്ത പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തത്. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്തയായി സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയാണിത്. അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നും പങ്കുവച്ചുകൊണ്ട് ഇരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.